റഹ്മാൻ സർ, ഓഫ് കോഴ്സ് റഹ്മാൻ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഒരു വാം മൊമെന്റ് ഉണ്ടായിരുന്നു. റഹ്മാൻ സാറിനെ മാത്രമല്ല, ഷെലി മാമിനെയും ആൻസൺ ചേട്ടനെയും എല്ലാവരെയും കണ്ടു, ബിബിൻ ചേട്ടനെയും സെന്തിൽ ചേട്ടനെ അല്ല പറയുവാ, എല്ലാവരെയും ഡേറ്റിംഗ് ടോം ചേട്ടനെ എല്ലാവരെയും ബാലസാറിനെ എല്ലാവരെയും കണ്ടപ്പോൾ ഒരു വാം മൊമെന്റ് ഉണ്ടായിരുന്നു എന്തൊക്കെയായാലും. പിന്നെ റഹ്മാൻ സാർ ഡാൻസ് കളിക്കുന്നേ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നിയായിരുന്നു. അത് ഞാനൊരു ഡയറക്ടർ സാറാണ്. അതെ, ആൻസൺ ചേട്ടൻ എല്ലാവരും. അതെ, സാറിനത് പനിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബിബിൻ ചേട്ടൻ എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തു. ആൻസൺ ചേട്ടന്റെ പേരായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ആൻസൺ ഈ പടത്തിൽ ഒരു ഉമ്മ വെച്ചിട്ടുണ്ട്, അതേ കുറിച്ച് ആരെങ്കിലും അതുകൊണ്ടാണ് ആൻസൺ പടം ചെയ്യാൻ സംഭവിച്ചത്. ഞാൻ പബ്ലിക്കലി കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് ഉമ്മ വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ്സ് അപ്രൂവ്ഡ്. അല്ലേ, ഉമ്മ വെക്കാം അല്ലേ? അല്ലേ? ഇത്രയും പേരുടെ മുമ്പിലാണെങ്കിൽ ചെയ്യും. അല്ല, തീർച്ചയായിട്ടും എന്റെ കൂടെയാ. നിങ്ങൾ തന്നെ നേരത്തെ ചോദിച്ചത് ഇത്ര തിരക്കുള്ള ആളെ എങ്ങനെയാണ്. ഞാൻ തിരക്ക് സ്വന്തം ഉണ്ടാക്കുന്ന ആളാണ്. ഞാൻ ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പ്രയോറിറ്റി അതാണ് നമുക്ക് എപ്പോഴും തിരക്കുകൾ. അപ്പൊ എന്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു നോ എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഡബിങ്ങിന് വരെ വിളിക്കുമ്പോൾ എന്റെ എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിൽ വന്നത്. ഒരു 19 സിനിമകളോട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്ത അന്ന് മുതൽ ഇതൊരു ഹിറ്റ് സിനിമയാണെന്ന് ഞാൻ ഇന്നും 100% വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ കൂടെ നിന്നത്. അപ്പൊ നാളെ നിങ്ങൾക്ക് തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഹിറ്റ് വൈബ് ഫസ്റ്റ് ദിവസം പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ആ ഒരു ബ്ലെസ്സിംഗ് ഉള്ള ഒരു സിനിമയാണ്.